നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാണ്. നിങ്ങളുടെ ഈ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചത്തെ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വാരത്തിൽ ശുക്രൻ മേടൻ രാശിയിലാണുള്ളത്, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ധനുവിലും, 12-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരഫലം, ഈ വാരക്കാലം ആഴ്ച എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ ബുധൻ കേതു, 3-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശനി, 4-ാം ഭാവത്തിൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ കേതു, 12-ൽ ചന്ദ്രൻ. ഇവിടെ ദാമ്പത്യത്തിൽ ചില അരിഷ്ടതകൾ മകരൻ രാശിക്കാർക്കുണ്ടാകും. വിവാഹവതിയാഗ്രഹം 12-ാം ഭാവത്തിൽ പെടുന്നു. ക്ഷുദ്ര അംഗഹീന വേ, അംഗത്തിന് ഹീനത്വമുണ്ടാവുക, ക്ഷുദ്ര എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. അതിനാൽ പലപ്പോഴും മാതാപിതാക്കളെ ഓർത്ത് ഫാമിലി ലൈഫിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അതിന് പുറമേ ഭാര്യ സംബന്ധിച്ച് ചില ക്ലേശങ്ങളും ഉണ്ടാകാം. പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ മാതാപിതാക്കളും ഭാര്യയുമായി ഉണ്ടാകും. അതിനിടയിൽപ്പെട്ട് മാനസികമായി ബുദ്ധിമുട്ടുകൾ വരും മകരൻ രാശിക്കാർ. കാരണം മകരൻ രാശിയുടെ സ്വഭാവം എന്താണ്? നിത്യം ലാളയതി സ്വധാരതനിയാൻ, തൻ്റെ ഭാര്യയെയും മക്കളെയും ലാളിക്കുന്നവരാണ് മകരൻ രാശി. അവിടെ വിവാഹവതിയാഗ്രഹം 12-ൽ വരുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ചില ക്ലേശങ്ങളും അരിഷ്ടതകളും അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലങ്ങളും ഒക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കപ്പെടാം. ഇവിടെ 4-ാം ഭാവത്തിൽ കർമ്മവതിയാഗ്രഹം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. കർമ്മത്തിൽ ചില അംഗീകാരങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും. ശത്രു ദോഷം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ ശത്രു സംഹാര കുരുതിയോ ശത്രു സംഹാര മുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക. ശാരീരികമായി ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് കൈകൾക്കും പാദങ്ങൾക്കും പരിക്കുകൾ ഉണ്ടാകും. പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കുക, അപ്രകാരം തന്നെ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് കൈകൾക്ക് പരിക്ക് വരിക. 9-ാം ഭാവത്തിലേക്കും ഇവിടെ ദൃഷ്ടികളുണ്ട്, പാദങ്ങൾക്കുമാകാം. വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര ഗുണം വളരെ കുറയും. സഹോദരങ്ങൾ ശത്രുക്കളാവും. ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാകാം. അതിനാൽ സഹോദരങ്ങൾക്കും ഒരു സമയദോഷമാണ് ഈ ഒരു വാരമെന്നറിയുക. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിലുള്ള ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നത് വളരെയധികം ഗുണപരമായ ഒരു അവസ്ഥയെ സഞ്ചാതമാക്കും. അല്ലെങ്കിൽ ദാമ്പത്യം മുട്ട് ചെയ്യുക നാളികേരം കൊണ്ട്. നന്ദി, നമസ്കാരം.